നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. കുടുംബശ്രീ ഹോട്ടലിൽ രക്ഷപ്പെട്ടതിന്റെ വിജയം നിങ്ങൾ ആഘോഷിച്ചോ? ഹോട്ടല് പണയത്തിലായിരുന്നെങ്കിലും ഞാൻ രക്ഷിച്ചു നിർത്തിയിരുന്നത് എന്റെ മാനവ. ബാലചന്ദ്രൻ വിളിക്കുമ്പോഴൊക്കെ കോൾ അറ്റൻഡ് ചെയ്തിരുന്നെങ്കിൽ, അവൻ പറയുന്നതൊക്കെ തലയാട്ടി സമ്മതിച്ചിരുന്നെങ്കിൽ ഹോട്ടലിനെതിരെ ഒരു ഭീഷണിയുമായി വരില്ലായിരുന്നു ബാലേന്ദ്രൻ. എന്നിട്ടും ശാരികയ്ക്ക് ഒരു കുടുംബമുണ്ടോ? ദാമ്പത്യമുണ്ടോ? ഭർത്താവുണ്ടോ? പക്ഷെ എല്ലാത്തിനും ഒടുവില് കുടുംബശ്രീയെ പണയം വെച്ച് എല്ലാരെയും തെരുവാധാരമാക്കിയതിന്റെ കുറ്റം ശാരികയ്ക്ക് അല്ലേ അമ്മേ? നമുക്ക് കുടുംബശ്രീയുടെ കടം വീട്ടാനായില്ലെങ്കിലും ബാലേന്ദ്രൻ നാളെ ഇവിടെ ഇറച്ചിക്കട്ടിനും തുടങ്ങില്ലായിരുന്നു അമ്മേ. ശാരദാമ്മയ്ക്ക് പകരം നാളെ ആരെങ്കിലും ആ ഹോട്ടലിൽ തുറക്കാൻ ചെല്ലുമ്പോ അവിടെ കെട്ടിത്തൂങ്ങി നിൽക്കുമായിരുന്നു ഈ ശാരിക. അത് ഞാൻ മുമ്പേ നിശ്ചയിച്ചതാ. എന്നാലും തീരുവോ ഈ ശാരികയുടെ മാനിക്കേട്? അതുകൊണ്ട് നിങ്ങൾക്കൊക്കെ തിരിച്ചു കിട്ടിയത് ഒരു തുണ്ട് ഭൂമിയാണെങ്കിൽ എനിക്ക് തിരിച്ചു കിട്ടിയത് എന്റെ മാനവും ജീവനുമാ. അത് പടക്കം പൊട്ടിച്ച് ആഘോഷിക്കാനല്ല, ഒന്ന് പൊട്ടിക്കരയാനാ എനിക്ക് തോന്നുന്നത്. എന്നോട് എല്ലാരും ക്ഷമിക്കണം. അല്ലേലും വല്യച്ചയ്ക്കുള്ളതാ. എന്ത് സന്തോഷത്തിന്റെ ഇടയ്ക്ക് കണ്ണീര് കൊണ്ടൊന്ന് കലക്കുന്നത്. അങ്ങനെ അല്ല മോളെ, അവളുടെ മനസ്സ് ഒരുപാട് വേദനിച്ചിട്ടുണ്ട്. അറിയാതെയാണെങ്കിലും അതിന് നമ്മൾ കൂടി കാരണക്കാരായി. അവളെ സമൃദ്ധമായിട്ട് കൊടുക്കാൻ നോക്കിയതാ ബാലേന്ദ്രൻ. അവനെ പോലുള്ള ചെറ്റകളോട് ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്ത നാടായിപ്പോയി നമ്മുടേത്. പക്ഷേ ഒരു പ്രശ്നമുണ്ടല്ലോ. അങ്ങനെയല്ലല്ലോ ഞാനിവിടെ മുമ്പ് വന്നപ്പോ പറഞ്ഞത്. ശാരദാമ്മി മക്കളിനി വിടാൻ ഭാവമില്ല. കുടുംബനാഥനായിട്ട് ഒരുത്തരുണ്ടെങ്കിൽ കടം തന്ന് എത്തിക്കൊള്ളാം അല്ലേ? അതെ, എനിക്കൊരു അബദ്ധം പറ്റിയതാ.
ശാരദാമ്മയും മക്കളും എത്ര കാലം വേണമെങ്കിലും അവിടെ ഹോട്ടൽ നടത്തിക്കോട്ടെ. അതിനെനിക്ക് ഒരു അറിയാതില്ല. ആ സത്യം. അങ്ങനെ നിന്റെ ഔദാര്യൊന്നും വേണ്ട പട്ടി. ഞങ്ങൾക്ക് അയ്യോ, പിന്നെ അയ്യോ, 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 ചോര. അയ്യോ, ഓടിയോ ഓടോ. ആ, ഓടൂല. എന്നാ അവിടെ നില്ല്. ദേ, നീ ശാരികയ്ക്ക് കൊടുത്ത 2 ലക്ഷവും പലിശ ഇതിലുണ്ട്. വിഷ്ണു, ഞാൻ നീ എന്താടാ പുല്ലേ വിചാരിച്ചേ? ആരെ കവളിപ്പിച്ചായാലും 10 പുത്തനുണ്ടാക്കിയ ഏത് പെണ്ണിനെയും കേറി വളയ്ക്കാന്നോ? നീ ഇപ്പൊ കേറി കളിച്ചതേ ശാരദാമ്മയുടെ കുടുംബത്തിലായിപ്പോയി. അതും വിഷ്ണുവിന്റെ സ്വന്തം കുടുംബം തന്നെയാടാ. നിന്നോട് ഞാൻ ഓടരുത് പറയലടാ പരട്ട പട്ടി. ഞാൻ ചത്തു വിഷ്ണു. ഇനി എന്നൊന്നും ചെയ്യരുത്. ഞാൻ ചത്തു വിഷ്ണു. എന്നൊന്നും ചെയ്യല്ലേ. ഞാൻ ചത്തു. അവിടെ വെക്കടാ. ഇനി എന്നെ ഒന്നും ചെയ്യല്ലേ വിഷ്ണു. ഞാൻ ചത്തു. അല്ല, നീ എന്താ പറഞ്ഞത്? ഈ ശാരിക നീ വീഡിയോ കോൾ വിളിക്കുമ്പോ അത് നിനക്ക് ഇഷ്ടമുള്ളപ്പോ? ശാരികയല്ല, ഒരു പെണ്ണിനെ ഞാൻ വിളിക്കൂല. പെണ്ണുങ്ങളുടെ നമ്പറല്ല എന്റെ ഫോണിൽ നിന്ന് ഞാൻ ഡിലീറ്റ് ചെയ്യും. സത്യം. ഉറപ്പാണോ? എന്നാ എടുക്കടാ കുടുംബശ്രീ ഹോട്ടലിന്റെ ആധാരം. കൈ വിട്ടാലേ എടുക്കാൻ പറ്റൂ. ഇപ്പൊ എടുത്തേരാം. ഇവിടെ എവിടെ ഉണ്ടായിരുന്നല്ലോ ഭഗവാനെ. ബാലേന്റെ MD. അയ്യോ, അവിടെ ഇരിപ്പുണ്ട്. അയ്യോ, അവിടെ നില്ലടാ. ആ, ഇത് മാത്രമല്ലല്ലോടാ, പിന്നെ ശാരിക നിനക്ക് ഒപ്പിട്ട് തന്ന നീ നിന്റെ തന്നിഷ്ടത്തിന് ഓരോന്ന് എഴുതി ചേർത്ത മുദ്രപത്രം, ഒപ്പം നിന്റെ അമ്മായിമ്മയുടെ ആമത്തായിട്ട് പൂട്ടിയ കുടുംബശ്രീ ഹോട്ടലിൽ ഞാൻ എടുക്കാം. സാധനം ഒറ്റടുത്തും കാണിക്കാം. അയ്യോ, എന്റെ കോളത്തോണ്ട് ദേവിയെ എല്ലാം ഉണ്ട്. എല്ലാം ഉണ്ട് വിഷ്ണു, എല്ലാം ഉണ്ട്. അയ്യോ, ഈ തോര നിൽക്കണില്ലേ? എല്ലാം ഞാൻ നന്നായി വിഷ്ണു. ഇനി പൊക്കൂടെ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.